കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെയും JC ഡാനിയൽ പുരസ്കാരത്തിന്റെയും സമർപ്പണം നടക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ഇപ്പോൾ വീക്ഷിക്കാൻ പോകുന്നത്. ഡാനിയൽ അവാർഡിന് അർഹനായ ശ്രീ IV ശശിയെയും അതുപോലെ തന്നെ ഈ 45ാമത് അവാർഡ് ദാന ചടങ്ങിൽ അതിനർഹനായ മുഴുവൻ സിനിമാ രംഗത്തെ പ്രതിഭകളെയും അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സന്തോഷകാര്യം ഇത്തരത്തിൽ സിനിമയെയും സിനിമാ പ്രവർത്തകരെയും മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് സഹായം ചെയ്യുന്ന ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രവർത്തകർക്കും കുടുംബങ്ങൾക്കും എല്ലാം അവരോട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് തിരുവഞ്ചൂർ സാറിൻ്റെ പിറന്നാൾ കൂടാണ്. അദ്ദേഹത്തിന് എൻ്റെ പിറന്നാൾ ആശംസ. ലോകത്തിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അതിൽ മലയാള സിനിമ എന്ന് പറയുന്ന എൻറ്റിറ്റി വൈസ് ചെറിയൊരു ഭാഗത്താണെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നത് മലയാള സിനിമയിൽ നിന്നാണ്. ഒരുപക്ഷെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ 70mm ചിത്രം പ്രോസസ് ചെയ്ത മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ 3 ഡയമെൻഷൻ ചിത്രം മലയാളത്തിൽ നിന്നാണ്. ആദ്യത്തെ കോ പ്രൊഡക്ഷൻ ചിത്രം മലയാളത്തിൽ നിന്നാണ്. ഒരുപാട് നല്ല നടന്മാരും നടിമാരും ഉള്ളത് മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ വളരെയധികം ഇന്ത്യൻ സിനിമയിലെ പുറത്തും ശ്രദ്ധിക്കപ്പെടുന്നു. നമുക്കിതും ഏറ്റവും സന്തോഷകരം തരുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മലയാള സിനിമയെയും മലയാള സിനിമയിലെ പ്രവർത്തകരുടെയും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ പഠിച്ച് മലയാള സിനിമ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ. ചരിത്രത്തിലെ അനിഷേധ്യ സാന്നിധ്യമാണ് ഇരിപ്പം വീട് ശശി അഥവാ IV ശശി. 40 വർഷത്തെ സംവിധായക ജീവിതത്തിനിടയിൽ 150ഓളം സിനിമകൾ. എണ്ണം കൊണ്ട് മാത്രമല്ല, ഗുണം കൊണ്ടും ബോക്സ് ഓഫീസ് വിജയം കൊണ്ടും IV ശശി ചിത്രങ്ങൾ എന്നും മുന്നിലായിരുന്നു. താനയച്ച കത്തുകളെ പറ്റി പക്ഷേ ഈ തിരക്കുകളെ നമുക്കൊന്ന് കൂടാം. ഇല്ല, ഒരു കലാ സംവിധായകനായി സിനിമാ രംഗത്ത് വന്ന ശ്രീ IV ശശിക്ക് കാലമേറെ വേണ്ടി വന്നില്ല സംവിധായകനാകാൻ. 27ാം വയസ്സിൽ 2014 JC ഡാനിയൽ പുരസ്കാരം ശ്രീ IV ശശിക്ക് നൽകി ആദരിക്കുന്നു. പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിനോടുള്ള ആദരം സൂചിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മോഹൻലാൽ. പുരസ്കാര നിറവിൽ നിൽക്കുന്ന ശ്രീ IV ശശിയെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഡാനിയൽ പുരസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ക്യാഷ് അവാർഡാണ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട
മോഹൻലാൽ സാന്നിധ്യത്തിലും മുഖ്യമന്ത്രി സാന്നിധ്യത്തിൽ തന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുമ്പോട്ടുള്ള കുതിപ്പിനൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമയെക്കുറിച്ചുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും എന്നത്. ഏകകണ്ഠമായ അഭിപ്രായം തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ്. കൊച്ചുകുട്ടിയുടെ വലിയ അഭിനയത്തിനുള്ള പുരസ്കാരം ശ്രീ എബ്രിക് ഷൈൻ. ചിത്രം 1983. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡാണ് അടുത്തത്. ആദ്യം പരിചയപ്പെടാം സംവിധായകൻ. ജനപ്രീതിയും കലാമേന്മയുമുള്ള ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലെ ജനപ്രീതിയും കലാമൂല്യവും ഒരുമിച്ച് ചേർന്നുള്ള അവതരണത്തിന് ഓശാന. സജ്ന രജ. അഭിനേത്രിക്ക് നൽകിയ ശബ്ദ മികവിന് മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന്. മികച്ച മിശ്രണത്തിനുള്ള പുരസ്കാരത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വിവിധ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് പേരും ഈ അവാർഡ് പങ്കിട്ടിരിക്കുകയാണ്. സന്ദീപ് കുരുശ്ശേരി ആൻഡ് ജിജി മോഹൻ ജോസഫ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നു അഞ്ജലി മേനോൻ. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിന്റെ രചനയ്ക്ക് പുരസ്കാരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മികച്ച ഛായ അഭിമാന നിമിഷമാണിത്.